ഹായ് ഹലോ അസ്സാം വലൈക്കും. നമസ്കാരം. ഇന്ന് ഞാൻ വേറെ ഒന്നും കാര്യം പറയാൻ വന്നല്ല, ചെറിയൊരു വീഡിയോ ആണ്. പക്ഷെ വീഡിയോ എന്ന് പറഞ്ഞാൽ വിലപ്പെട്ട വീഡിയോ ആണ്. നിങ്ങൾ എന്തായാലും തട്ടി നിൽക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെ കമന്റും പോന്നോട്ടെ. അപ്പോൾ ഇത് സങ്കടപ്പെട്ട് പറയേണ്ട കാര്യമാണ്. ഞാൻ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. സങ്കടമില്ല, നമ്മൾ പ്രതികരിച്ചിരുന്നു തക്ക സമയത്ത്. ഞങ്ങൾ കാസർഗോഡ് പോയി തന്നില്ലേ, നല്ല തിരക്കാണ് പോകുമ്പോഴും, നല്ല തിരക്കാണ് വരുമ്പോഴും. പക്ഷെ പോകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചങ്ങോട്ട് കഴിഞ്ഞേക്ക് നല്ല സീറ്റ് കിട്ടി. എന്താ പറയാ, സ്ഥലത്തിന്റെ ഓർമ്മയില്ല. അങ്ങനെ അവിടെ നിന്ന് നല്ല സീറ്റ് കിട്ടി, നല്ല കിടന്നുറങ്ങാൻ പറ്റുന്ന നല്ല ഒരുപാട് പിന്നെ സീറ്റുകൾ നമുക്ക് കിട്ടി. നിൽക്കാനും കിടക്കാനും ഇരിക്കാനൊക്കെ പറ്റിയപ്പോൾ കിടന്നുറങ്ങണവർ ഇരുന്നുറങ്ങണവരൊക്കെ ഉണ്ട്. അപ്പൊ അതങ്ങനെയാണ് പോയി. അതെന്തില്ല, അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വേഗം തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോഴും ഞങ്ങൾക്ക് വരുമ്പോൾ തന്നെ സീറ്റ് കിട്ടിട്ടാ. അപ്പൊ സ്റ്റാർട്ടിങ് തന്നെ ഞങ്ങൾ ഫ്രണ്ടിലായിരുന്നു. അപ്പൊ നല്ല തിരക്ക്, പിന്നെ 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 നല്ല തിരക്കായിരുന്നു. തിരക്ക് തന്നെ ഭയങ്കര തിരക്ക്, ശ്വാസം കിട്ടാൻ പറ്റാത്ത തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു പ്രയാസം ഉണ്ടായില്ല. അങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ആൾക്കാർ പാസ് ചെയ്ത് പോകുന്നുണ്ട്, കയറുന്നുണ്ട്. അപ്പൊ ഞാൻ സീറ്റിന്റെ അറ്റത്താണ് ഇരുന്നിരുന്നത്. അപ്പോ ഇതിന്റെ സെന്ററിൽ എന്റെ പേരക്കുട്ടി ഇരിക്കുന്നുണ്ട്, മോളക്കുട്ടി. മോള് പുറത്ത് പോയിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ വേറെ ആൾക്കാരാണ്. ഓപ്പോസിറ്റ് എന്റെ ഹസ്ബൻഡ് ഇരിക്കുന്നുണ്ട്. പിന്നെ മോള് ഇരിക്കുന്നുണ്ട്, ഒരു മോള്, മറ്റേ മോള് ഇരിക്കുന്നുണ്ട്. മരുമോളും മോളാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇതാക്കണം. പിന്നെ കുട്ടികളൊക്കെ ഉണ്ട് മേലെ, അപ്പുറമൊക്കെ ആയിട്ട് മേലെ വേറെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോ ഈ സൈഡിൽ നിൽക്കുന്നത് തിരക്കാണ്, നല്ല ജനങ്ങളുണ്ടല്ലോ. ഞാന് ശ്രദ്ധിക്കുന്നില്ല കുട്ടീനെ. ഞങ്ങൾ രണ്ടാളും ഉറക്കാണ്. ഒരാളെ മടിയിൽ കാലും ഒരാളെ മടിയിൽ തലയായിട്ട് ഇങ്ങനെ കിടത്തിക്കാണ്. കാരണം ഉറങ്ങിയിട്ട് ഇങ്ങനെ വീണോണ്ടിരിക്കണം, വിയർത്ത് കുത്തിയിരിക്കുന്നുണ്ട് കാറ്റിട്ടനിക്ക്. അപ്പൊ അങ്ങനെ കെടുത്തിട്ട് ഇതാക്കണം. അപ്പം കുറച്ചു നേരമായി ഇങ്ങനെ ഇങ്ങനെ ഒരതിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ ടച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഞാനിത് എന്താണെന്നുള്ളത് എനിക്ക് ഇങ്ങോട്ട് നോക്കാനും പറ്റില്ല, തിരക്ക് കാരണം. പിന്നെ ഞാൻ നോക്കിയപ്പോഴാ ഇവിടെ ഈ ഭാഗത്തുള്ള ആളാണ്ട് മാറിയിരിക്കണ്. ഒരു സ്പേസ് കിട്ടിയപ്പോൾ അയാൾ അങ്ങോട്ട് നീങ്ങി നിന്നതാണ്. ഇവിടെ താഴെ ഒരു സ്വാമി ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു, ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവർക്കും കൂടെ നമ്മളൊരു ശല്യം ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നാമത്തെ ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കാഞ്ഞത്. താഴെ ഇരുന്നിട്ടാണ് ഉള്ള സൗകര്യത്തിൽ അദ്ദേഹം ഫുഡ് കഴിക്കുന്നതാണ്. അപ്പൊ ഞാൻ എല്ലാവരോടും പറഞ്ഞു, കാലൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മക്കളെ, അവിടെ താഴെയല്ലേ ഇരുന്ന് കഴിക്കുന്നത്, ഫുഡ് കഴിക്കുന്നത്. പാവാണ്. അപ്പൊ ആ വിശന്നിട്ടാണല്ലോ, അതിന് പ്രായമായ ഒരു സ്വാമിയാണ്. അപ്പം ആ ഒരു ഇതും കൂടെ, അപ്പൊ മൂപ്പർക്ക് ഒരു ഇത് തോന്നണ്ട നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോ, മുഖത്ത് നോക്കുമ്പോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് നോക്കിയിട്ടില്ലായിരുന്നു. ഇതിവിടെ നോക്കിയാൽ നല്ല കലാപരിപാടി. സംഭവം എന്താന്നറിയാ, മൂപ്പര് ഇവിടെ ഇപ്പുറത്തെ പിന്നെ ബർത്തില് പിടിച്ചിട്ട് കുനിഞ്ഞു നിൽക്കാണ്. കുനിഞ്ഞു നിന്നിട്ട് ബാക്കിന്റെ മേലെ ഇങ്ങനെ 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 വരുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിത് ഇങ്ങനെ നോക്കിയപ്പോ ഇതെല്ലാം കാണുക, ഒരു പിന്ന് പോലും എന്റെ കൈ കിട്ടില്ലെന്നേ. പിന്നെ ബാഗൊക്കെ ഞങ്ങൾ വേറെ സ്ഥലത്ത് എടുത്തിച്ചിരുന്നു, ഒന്നും കിട്ടിയില്ല. നല്ല മുട്ടിച്ചുവെച്ചിട്ട് നല്ല മൂക്കിന് കുത്തിക്കൊട്ടായിരുന്നു. എന്തിനാണ് നമ്മൾ കുറെ വീഡിയോ എടുക്കേണ്ട ആവശ്യം, ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നല്ല പെരുമാറാൻ പറ്റിയ സമയമാണ്. ഞാൻ അതും എന്റെ കയ്യിലില്ല, ഒന്നുമില്ല. ഞാൻ ഇക്കാണ്ട് ദേഷ്യം പിടിച്ച് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കലും ഇക്കപ്പോഴും കാണണേ. എന്റെ മരുവോളും മേലെന്ന് കണ്ടിട്ട് അവളെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഈ ഇക്ക പറഞ്ഞേ, അവിടെ നിന്ന് കഷ്ടപ്പെടണ്ട, ഇവിടെ എന്റെ അടുത്ത് സ്ഥലമുണ്ട്, ഈ ഭാഗത്ത് നിന്നോ എന്ന് പറഞ്ഞു. അപ്പുറത്ത് കാലം അങ്ങോട്ട് എടുത്ത് വെച്ചാൽ ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അപ്പൊ ഇവിടെ വന്നിരുന്നോ. ഇവിടെ ആള് പോയപ്പോ അവന് കുഞ്ഞിന് അപ്പുറത്ത് പിടിച്ചിട്ട് ഇപ്പുറത്ത് നിൽക്കണം. നമ്മളെ പിടിച്ച പെണ്ണുങ്ങള്, പ്രസവവേദന വന്ന പെണ്ണുങ്ങൾ തൂങ്ങിക്കൂല, അതേപോലെ മൂടിന്റെ അടുത്ത് കൈ അവിടെയാണ്, രണ്ട് കൈ. അങ്ങനെ ഇത് പറഞ്ഞപ്പോ ഇവന്റെ വിചാരം ഞാൻ വേറെ ഏതോ സ്ത്രീയാണെന്നാണ്. അപ്പൊ എന്നെ കുറിച്ചിട്ട് നന്നാക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് മുതലെടുക്കാൻ അല്ലെങ്കിൽ ഷൈൻ ചെയ്യാനൊക്കെ പറയൂലേ, അതേപോലെ ഇതാരോ ആണ്, ഞാൻ ആരോ ആണ് എന്നുള്ളതില് അവന്, ഞാൻ കേൾക്കുന്നുണ്ട്, ഇതിന്റെ അടുത്താണ് അവൻ നിൽക്കുന്നത്. അവന് അപ്പുറത്തെ അവന്റെ കൂട്ടുകാരനോട് പറയണം. അപ്പൊ കോഴിക്കോട് ഇറങ്ങാനായിക്കുന്നു. നിൽക്കുകയാണ്. അപ്പൊ അവന് പറയാണ്, ഈ ഡാഷ്മോന് പിന്നെ വേറെയും പല പേരും തെറിയും വരെ പറഞ്ഞിട്ടുണ്ട്. പറയാൻ പറ്റാത്ത തെറികളൊക്കെ അങ്ങനത്തെ ഇങ്ങനത്തെ. അവനിക്ക് അപ്പൊ ഓളെ കണ്ടപ്പോ അങ്ങനാണ് ഇങ്ങനാണ്. അപ്പൊ മറ്റവൻ പറഞ്ഞു കൊടുക്കണ്, അതിന് കുഴപ്പമില്ലടാ, അജാണ്ട് ആക്കൂട്, അവനാരാ എന്നൊക്കെ അവനും പറയണം. അപ്പൊ ഇവർക്ക് ഇറങ്ങാനായ ധൈര്യത്തിലാണ് ഇവൻ പറയുന്നത്. ഞാൻ അങ്ങണ്ട് അലക്കി വിട്ടി മാത്രമല്ല, ഞാനത് വീഡിയോസ് കൊടുത്തു നല്ലോണം. ഞാനെന്നല്ല, ഇക്ക നല്ലോണം പറഞ്ഞു. ഇക്ക വേണ്ടാത്തതും വേണ്ടതും ഒക്കെ ആവശ്യത്തിന് നല്ലോണം കൊടുത്ത്, ഞാനും കൊടുത്ത്, എന്റെ മോളും കൊടുത്ത്, എല്ലാരും കൂടെ കൊടുത്തപ്പോ ആകെ പെട്ട്. എന്നിട്ട് ഇപ്പൊ ഇറങ്ങാൻ നേരത്ത് അങ്ങനെ ഉമ്മാക്കും പാപ്പാക്കൊക്കെ പറയണ്ടെക്കാനാ. ഞാനിതിങ്ങനെ പിടിച്ചപ്പോ ഈ വീഡിയോ പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ തിരിയാതെ മുഖം തിരിക്കാതെ നിൽക്കേന്. ഞാൻ വീഡിയോ പിടിക്കും പറഞ്ഞപ്പോ മുഖം ഇങ്ങോട്ട് തിരിക്കാതെ നിൽക്കേന്. പിന്നെ ഞാൻ ഇരുന്നിക്കുന്ന വിചാരിച്ചിട്ട് അവന് പോവാൻ നേരത്ത് രണ്ട് തെറി പറയാൻ വേണ്ടി മുഖത്ത് ഇങ്ങോട്ട് മുഖം തിരിച്ചാണ്. അപ്പൊ ഞാൻ മുഖം ഇതിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് മതി,
അത്ര മതി അന്നെ മാറ്റിച്ചിന് ബാക്കി കാര്യം. അന്നെ അജ ആരാണെന്നുള്ളത് മറ്റുള്ളവരും കൂടെ അറിയട്ടെ. അന്റെ പരിപാടി കലാപരിപാടികൾ ട്രെയിനിൽ പോയാലും ബസ്സിൽ പോയാലും ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ കുറച്ച് പെണ്ണുങ്ങൾ കണ്ടോട്ടെ എന്ന് ഞാൻ പറയുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞിട്ട് ഇട്ട വീഡിയോ ഉണ്ടോ ഇതിപ്പോ ഞാൻ ഇട്ടത്. അതെന്താന്ന് വെച്ചാല് അത് ഞാൻ ഫേസ് ഞാൻ ബ്ലർ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് അത് നാളെ വിഷയം വേറെ രീതിയിൽ കൂടെ ആവണ്ടെന്ന് വിചാരിച്ചു. ഞാനിത് ഇട്ടിക്കണത് ഇതിപ്പോ നമുക്ക് ഇതാവാനും വേണ്ടിയിട്ടല്ല, വൈറലാവാനോ വേറെ ഒന്നിനല്ല. സ്ത്രീകൾ ശ്രദ്ധിക്കുക, അത്ര തന്നെ ഉള്ളൂ. വെച്ചാൽ ഇങ്ങനത്തെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം ഇതൊക്കെ തന്നെ. ഞാന് 3 ദിവസം ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് 15 കൊല്ലത്തോളം ജീവിച്ചോളാണ്. അതായത് 15 കൊല്ലം ട്രെയിനിൽ എന്നല്ല പറഞ്ഞത്, 15 കൊല്ലത്തോളം അന്യനാട്ടിൽ പോക്കും വരവായിട്ട് 6 മാസം കൊല്ലം ഒക്കെ ആകുമ്പോൾ പോയി വന്നിരുന്നോളാണ്. 3 ദിവസം അത് റിസർവേഷൻ എടുത്തിട്ടാണ് പോകുന്നത് വരുന്നതൊക്കെ. അപ്പം 3 പകലും 2 രാത്രി നമ്മൾ ട്രെയിനിൽ നിന്നിട്ട് അങ്ങനത്തെ ട്രെയിനിൽ പോയിട്ടും വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഉണ്ട്, ഇല്ലാന്നല്ല പറയുന്നത്. പക്ഷെ ഇപ്പൊ തന്നെ ഞങ്ങൾ ബൈക്കിലാണ് കഴിയുന്നത്. എല്ലായിടത്തും പോവാ, അധികം ദൂരമൊക്കെ ഞങ്ങൾ ബൈക്കിൽ തന്നെയാണ് പോവാ. മൂന്നാർ മുതൽ ഊട്ടി മുതൽ എല്ലായിടത്തും ഞങ്ങൾ ബൈക്കിൽ തന്നെ പോവാം. ഞങ്ങൾക്ക് രണ്ടാൾക്ക് അതേ ഇഷ്ടം. പിന്നെ ട്രെയിനിലും ഇഷ്ടമാണ്. ഛർദിക്കൂല, അല്ലെങ്കിൽ ഇയർ ബാലൻസ് ഇതാണ് പ്രശ്നമാണ് രണ്ടാൾക്കും. മാത്രമല്ല ബൈക്ക് ആകുമ്പോൾ നല്ല സുഖമാണ് ഞങ്ങൾക്ക്. എവിടെ നമുക്ക് ഇറങ്ങണം, നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം അവിടെ നിർത്തണമെങ്കിലും അവിടെ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പൂക്കളായാലും ചെടിയായാലും ഞങ്ങൾ നുള്ളി എടുക്കുക. ചെടി പിന്നെ അതുപോലെ മൃഗങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലൊക്കെ അത് ഓരോ ലൊക്കേഷനിൽ നമുക്ക് നിൽക്കാനും ഇതാക്കാനൊക്കെ പറ്റും. ആ ഒരു സംഭവം കാരണം തന്നെ ഞങ്ങൾ ബൈക്കാണ് അതിന് എടുക്കല്. അപ്പോ വളരെ അപൂർവമായിട്ടാണ് ബസ്സിലും ഇതിലൊക്കെ പോകല്. അതിന് ഈ ട്രെയിനിൽ ഒരു വേറെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റാർട്ടിങ് കയറുമ്പോൾ തന്നെ ഒരു കുറച്ച് തമിഴത്തികൾ വരുന്നതിന് മുമ്പ് ഒരു ആളാണ്, ഒരു തമിഴനാണ് ഇങ്ങനെ 2 കൈയും വെച്ചിരുന്നത് സീറ്റിന്റെ അവിടെ. എന്നിട്ട് പറഞ്ഞു ഇതിൽ ആളുണ്ട് പറഞ്ഞു. ഇപ്പുറത്തൊക്കെ ആളുണ്ട്, ആളെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഇവിടെ ഇരിക്കണ്ട, അങ്ങോട്ട് പോ. അങ്ങോട്ടൊന്നും സ്ഥലമില്ല. അപ്പൊ എന്റെ മോള് പറഞ്ഞേ, പിടിച്ചു വെച്ച ആള് വരുമ്പോഴല്ലേ, നീ പിടിച്ചു വെച്ചിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, ആള് വരുമ്പോ അങ്ങ് മാറി കൊടുക്കുക, ഇപ്പൊ തൽക്കാലം ഇരിക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ നിന്ന്. ഞങ്ങൾ ഇരുന്ന് അവന് കുറെ തർക്കിച്ചു. അങ്ങനെ ഇവന്റെ വൈഫാണ്, അനിയത്തിയും വൈഫിന്റെ അനിയത്തിയും മറ്റുള്ളവരാണ് 2-3 പെണ്ണുങ്ങൾ വന്ന് കയറിയിരുന്നു. പിന്നെ അവര് കിടന്നിട്ട് ചൊറിയലോടുത്തി, നിങ്ങൾ ഇറങ്ങിപ്പോ, ഞങ്ങൾക്ക് ഇവിടെ ആളുണ്ട്, എന്റെ അണ്ണൻ പിടിച്ചതാണ് സീറ്റ്, അങ്ങനെ സീറ്റ് ഇങ്ങനെ സീറ്റ്. ഇടോ തമിഴന്മാർക്ക് മലയാളികളോട് ഇത്ര ദേഷ്യമുണ്ടോ? അവർക്ക് എന്താ നമ്മളെ കാണുമ്പോൾ എന്താ കുശുമുണ്ടാവും എന്താണെന്നറിയില്ല. ഞാൻ പാലക്കാട് ഡാം കാണാൻ പോയപ്പോഴും ഞങ്ങൾ അവിടുന്ന് ഇതേപോലെ ബസ്സിന് തിരിച്ചു വരുമ്പോൾ ബസ്സിന് കയറിയിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ. ഓട്ടോ ഒന്നും കിട്ടിയില്ല, കാരണം അതേപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും കൊള്ളുന്ന ഓട്ടോ ഒന്നും ഇല്ല അവിടെ. അപ്പൊ ബസ്സിന് കയറിയപ്പോ ഇതേപോലെ തന്നെ അപ്പോഴൊരു ലേശം നീങ്ങിയിരിക്കാൻ പറഞ്ഞിട്ട് ഒരു കുട്ടി, ഒരു ചെറിയൊരു കുട്ടി, ഒരു സ്ത്രീയും മാത്രമേ ഉള്ളൂ. എനിക്കിരിക്കാനുള്ള അവിടെ സീറ്റ് ഉണ്ട്, ആ കുട്ടീനെ നിർത്തിയാൽ മതി. ഒരു ആൺകുട്ടി, വലിയൊരു ആൺകുട്ടിയാണ്. വലിയൊരു ആൺകുട്ടി മീൻസ് ഒരു 4-5 വയസ്സായ കുട്ടിയാണ്. നിർത്താം, ഇനി എല്ലാം മടിയിൽ ഇരുത്താം. ആ സ്ത്രീ ഒട്ടും ചെയ്തില്ല. എന്നിട്ട് ഞാൻ ഇതേപോലെ കുറെ പറഞ്ഞു നോക്കി, ചെയ്തില്ല. ഞങ്ങൾ അവിടെ തൂങ്ങി നിന്നിട്ട് സ്റ്റേഷൻ വരെ വന്നത്. അവിടുന്ന് ഇതേപോലെ തന്നെ. അപ്പൊ ഞാൻ അതിന് ശേഷം ഞാൻ ഇത് ശ്രദ്ധിക്കുന്നത്, തമിഴ്നാട്ടിലേക്കൊന്നും ഞാൻ അധികം അങ്ങനെ കറങ്ങിയിട്ടില്ല. തമിഴ്നാട്ടിൽ കുറച്ചു കാലമൊക്കെ നിന്നിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും അങ്ങനെയുള്ള ഒരു കൾച്ചറൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഈ തമിഴന്മാരും ഇതേപോലൊക്കെ പറഞ്ഞപ്പോ ഞാൻ അത്യാവശ്യം മോള് നല്ല കാച്ചി കൊടുത്തിരുന്നു. ഞാൻ പറയേണ്ടെന്ന് ആവശ്യം ഉണ്ടായില്ല. ഞാനും കുറച്ചൊക്കെ പറഞ്ഞത് ട്രെയിനാണ്, നമുക്ക് സ്വന്തമായിട്ട് വരണമെങ്കിൽ സ്വന്തമായിട്ടുള്ള വാഹനം പിടിക്കണം. നിങ്ങൾക്കും ഞങ്ങൾക്കും പാകില്ല. അപ്പൊ നമ്മൾ എന്ത് കിട്ടുന്നു, നമ്മൾ റെയിൽവേനെ ആശ്രയിക്കുന്നു. അതിൽ നമ്മൾ വരുമ്പോൾ എന്ത് കിട്ടും, നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ഇവിടെയാണ് വേണ്ടത്. നിന്ന് പോകുന്നവരും ഇരുന്ന് പോകുന്നവരും ഒരേ തുക കൊടുത്തിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കയറുന്നത്. നമ്മൾ യാത്രക്കാരാണ്. ചിലർ ലോങ് പോകുന്നവരുണ്ടാവും, ചിലർ ഷോർട്ട് പോകുന്നവരുണ്ടാവും. എന്തായാലും യാത്ര തന്നെയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു ടീമിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നാളെ നമുക്ക് മറ്റുള്ള യാത്രയിൽ ആരെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു തരും. ഇതാണ് നമ്മളെ ഒരു മനോഭാവം. അപ്പൊ നമ്മൾ അത് സഹകരിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങളെ ആൾക്കാർ എപ്പോഴാ വരുന്ന അപ്പൊ വരുമ്പോഴല്ലേ ഇവിടെ വരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുത്തു വെക്കാനുള്ളത് സർക്കാരിന്റെ അല്ലേ. അപ്പൊ നമുക്ക് അത് എടുത്തു വെക്കാനൊന്നുമില്ല. വരുന്നവര് അപ്പം വന്ന് നിൽക്കുക. മുൻകുഴിഞ്ഞപ്പോ 2 സ്റ്റേഷൻ 3 സ്റ്റേഷൻ കഴിഞ്ഞിട്ട് വരുന്നവർക്ക് നിങ്ങൾ സീറ്റ് ഇവിടെ വെറുതെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ നോക്കി നിൽക്കാൻ പാടുണ്ടോ? പറ്റുമോ? അത് നിയമമാണോ? അത് നീതിയാണോ? നിങ്ങളൊന്ന് പറ. അവരതൊന്നും കേൾക്കുന്നില്ല. അവരെ കടകടാന്ന് പറയാം. ലാസ്റ്റ് ഞാൻ പറഞ്ഞേ, അതിന്റെ തന്തയ്ക്ക് സ്വീകരണം കിട്ടിയെന്നല്ലോ ട്രെയിന്. നമ്മള് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇരിക്കും. ഇനിയുള്ള ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ഫിലിമിൽ കാണാം എന്നാണ്. ബാക്കി പിന്നെ കാണാം എന്നും പറഞ്ഞു. അപ്പൊ അതിനോട് പിന്നെ എന്തൊക്കെയോ അവര് തമ്മിൽ എന്തോ പറഞ്ഞു. അപ്പൊ ഞാന് മോള് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു, എന്താ നീ പറഞ്ഞത്, ഞാൻ എന്തെങ്കിലും പറഞ്ഞോട്ടാ നീ അങ്ങടെ. പിന്നെ അങ്ങനെയാണ് വർത്തമാനം പറഞ്ഞു കൊടുത്തി.
അപ്പൊ അതൊരു സംഭവം അങ്ങനെ ഒരു ഇതല്ലേ. അതായത് നമ്മളെ യാത്രയില് പല പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. യാത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. പ്രത്യേകിച്ച് ബൈക്ക് യാത്ര. അതിൽ പലതും നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളും പല അറിവുകളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇതേപോലെ ഒരു കാര്യം പറയാം. ഇപ്പത്തെ സമയം ലോക്ക്ഡൌൺ പോലെയാണ് നമ്മളെ യാത്ര. സത്യം. ആഹ് ഇവിടുന്ന് ഞങ്ങൾ പോയിട്ട് ഭക്ഷണത്തിനൊക്കെ തീ പിടിച്ച വില കാസർഗോഡൊക്കെ. ഭക്ഷണമാണെങ്കിൽ ഒന്നും സേഫ് അല്ല. നല്ല ഒരു ടേസ്റ്റ് ഇല്ല. എല്ലാം ഒരു അൽക്കുത്ത് കുൽക്കുത്ത്. സത്യത്തില് ഇനി ടൂർ പോകുന്നവര് ഇതിപ്പോ നമ്മളെ ഈ യുദ്ധം ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് യാത്ര ടൂർ പോക്കൊക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ. ബിസിനസ് ചെയ്യുന്നവർക്കും സ്ട്രെസ് അടിക്കുന്നവർക്കൊക്കെ ഒരു എന്താ പറയുക റിലാക്സിങ് ആവശ്യമാണ്. എല്ലാവരും നമ്മളിപ്പോ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് അവിടെ ദുരന്തം ഇവിടെ ദുരന്തം മറ്റേത് മറിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നിലും ഒട്ടും കുറവില്ല കേട്ടോ. ഞാനിപ്പോ 4 മാസമായിട്ടുള്ള എന്റെ ഷോപ്പെങ്കിൽ ഇപ്പൊ ആൾക്കാർ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. പക്ഷെ എനിക്കറിയാം ഈ റംസാനിന് ഈ പിന്നെ ഈദിന് നമ്മളെ കടയിൽ വന്നിട്ടുള്ള വർക്കുകൾ ഒരാള് 3 4 ഒക്കെയാണ് എടുക്കുന്നത്. ഡ്രസ്സുകൾ അതും 1000 1000ന്റെ മേലെയും 1000 ഏറ്റവും ലോ പ്രൈസ്. അപ്പം ചുരുക്കം പറഞ്ഞാൽ മനസ്സിലായില്ലേ. ഇനിയിപ്പം വിഷുവിനൊന്നും അങ്ങനെ വരില്ല. 300 250 റുപ്യ അതിന്റെ താഴെ മേലേക്ക് ഇങ്ങനെയാണ്ട് വരുള്ളൂ. 300ന്റെ ഉള്ളിൽ ഒതുങ്ങും. അതെല്ലാം പറഞ്ഞത്. അപ്പൊ ഒന്നിനും ഒട്ടും ആരും കുറഞ്ഞിട്ടൊന്നുമില്ല. ഇന്നും ഭക്ഷണം ആൾക്കാർക്ക് വേണ്ടത് മൊത്തം പുറത്തുനിന്നാണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നും കിട്ടാനില്ല. ഇപ്പൊ ചായ പോലും കിട്ടാനില്ല. കടകൾ ഹോട്ടലുകളെല്ലാം പൂട്ടി. പക്ഷേങ്കില് പിന്നെ ഗ്യാസിന്റെ കുറവ് കാരണമാണ് എന്നാലും ജനങ്ങൾക്ക് പാതിരാക്ക് പെണ്ണുങ്ങൾക്കും വയസ്സായ പെണ്ണുങ്ങൾക്കും കുട്ടികളും ചെറിയ പെറ്റ കുട്ടികളൊക്കെ ആയിട്ട് രാത്രി പാതിരാക്കും ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. റെസ്റ്റോറന്റ് മൊത്തം തിണ്ടുണ്ട്. അതൊന്നും കിട്ടില്ല. ജ്യൂസെങ്കിലും ആയിട്ട് ശരണം പ്രാപിക്കുന്നുണ്ട്. അടുക്കള മൊത്തം നമ്മളെ വീടുകളിൽ നിന്ന് ഒഴിവാക്കി. ഇനി വീട് എടുക്കുമ്പോൾ അടുക്കള മാറ്റി നിർത്താം, അടുക്കള ഒഴിവാക്കാം. എന്നിട്ട് ബാക്കിയുള്ള ആ അടുക്കളക്കും കൂടെ റൂമാക്കിയാൽ മതി. കാരണം എന്താ, തിന്നാല് പുറത്താണ്, തൂറാന് അകത്താണ്. അതല്ല ഇപ്പൊ അവസ്ഥ. അവിടെ ഇപ്പം പുറത്ത് പോയി തിന്ന, അകത്ത് വന്ന് തൂറ, ഇതന്നെ ഉള്ളൂ. അതാണ് ഇപ്പൊ ഇന്നത്തെ കാലം വരുന്നത്. അപ്പം ഈ ഞാൻ പറഞ്ഞു വന്നെച്ചാല് ഒരു ചായക്ക് 25 രൂപ. ചായ ആണോ അത് കലക്കവെള്ളമാണോ എന്ന് അറിയില്ല. പഴംപൊരിക്ക് 25 30 രൂപ. ഇത്ര ഉണ്ടാവും പഴംപൊരി. മധുരമില്ല, ഉപ്പില്ല, പുളിയില്ല. ബാക്കിയെല്ലാം ഈ തീ പിടിച്ച വിലകൾ. അപ്പം പോകുന്നവര് നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകണം നല്ലത്. വെള്ളം മാത്രം പുറത്തുനിന്ന് മേടിക്കാൻ പറ്റുമെന്ന് മേടിക്കാം. അതും ബോട്ടിൽ വെള്ളം. അല്ലാത്ത വെള്ളം ഒന്നും കുടിക്കും വേണ്ട. തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ എവിടുന്ന് കുടിക്കും വേണ്ട. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ. ഇനി പോകുന്തോറും എവിടെ എത്തും എന്താവും എന്നറിയില്ല. പറഞ്ഞ മാതിരി വീട്ടിലെ ഗ്യാസ് തീർന്നിരിക്കുകയാണ്. അപ്പം ഇൻഡക്ഷൻ കുക്കർ ഉണ്ട്. അതുകൊണ്ട് തട്ടിമുട്ടി ഇങ്ങനെയാണ് പോകുന്നത്. പിന്നെ അടുപ്പ് എന്താണെന്ന് അറിയാത്ത കുട്ടികളാണ് ഇപ്പൊ എന്താ പറയാ പുതിയ യുഗത്തിൽ വന്നിട്ടുള്ളത്. മോഡേൺ പിള്ളേർ അടുപ്പ് എങ്ങനെ കത്തിക്കാന്നുള്ള ക്ലാസ് വരെ ഇനി കൊടുക്കേണ്ടി വരും. പോളിടെക്നിക്കിലൊക്കെ ഇതിനെ പറ്റിയിട്ട് ഇനിയിപ്പോ ക്ലാസ് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അതിന് വെച്ചിട്ട് ഒരു കോഴ്സ് തന്നെ എടുക്കേണ്ടി വരും. വിറക് വെച്ചാൽ എങ്ങനെ, പിന്നെ ഈർച്ചപ്പൊടി ഇട്ടാൽ എങ്ങനെ, ഓലക്കുടി വെച്ചാൽ എങ്ങനെ, ചകിരിക്ക് എങ്ങനെ കത്തിക്കണം എന്നൊക്കെ സെർച്ച് ചെയ്തിട്ട് പഠിക്കാനും ഇതാക്കാനൊക്കെ കൊടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും ഒരു പാഠം പഠിക്കുന്നത് നല്ലത് തന്നെയാണ്. അത്ര മാത്രം ഉണ്ട് നമ്മളെ ദൂത്തടി. ഗൾഫിലെ പണം ഒഴുകുന്നതിനനുസരിച്ചിട്ട് അത് അവിടെ നിന്ന് അവർ കഷ്ടപ്പെട്ട് അയക്കുന്നതാണെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ ഇവിടെ കിടന്നിട്ട് കുത്തിമറിച്ചിലാണ്. ഇന്റെ റബ്ബേ, ഒരു ഒരു വീട്ടില് ഓരോരുത്തരും നമുക്ക് അറിയുന്ന ഞാൻ പറയുന്നത് കാർ എടുത്തിട്ട് കറങ്ങാണ്. എവിടെയാണ് പുതിയ വൈബ്? അവിടെ ആ പുഴ ആ റിസോർട്ടിൽ പോവാം. എവിടെ പിന്നെ പുതിയ വൈബ്? റംസാൻ 30 ദിവസം 30 ഏരിയയിൽ നോമ്പുറന്നവരുണ്ട്. 700 റുപ്യ ഒരാൾക്ക് നോമ്പ് തുറക്ക്. ഫാമിലി മൊത്തം പോയിട്ട് പുറത്തുനിന്ന് ആലോചിക്കണം. 700 റുപ്യ കൊണ്ട് നമുക്കൊരു മാസം വേണമെങ്കിൽ പറക്കാം. അതാണ് ഒരാൾക്ക്. ആ ആളോ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? വെള്ളം, ഒരു ജ്യൂസ്, ഒരു പിന്നെ ഫ്രൂട്ട്സ് ലേസം, ഒരു ചെറുകടി എന്തെങ്കിലും പിന്നെ പൊരിക്കടി എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. ആളെ വിശപ്പ് കഴിഞ്ഞു. ബാക്കിയുള്ള സാധനങ്ങള് ആ ഹോട്ടലുകാർക്ക് ലാഭം അല്ലേ? പിന്നെ കൊടുന്ന് വെച്ചാൽ നമ്മള് ലേശം എന്തെങ്കിലും തൊട്ടങ്ങ് ആയി. 700 റുപ്യ ഒരാളിന് മേടിക്കുന്നത് മനസ്സിലാക്കണം. ആ 700 റുപ്യനെ അടിച്ചു പൊളിച്ച് വീട്ടുകാർക്ക് എല്ലാവർക്കും കൂടെ ഇരുന്നിട്ട് വൈബ് നോക്കണം. നമ്മളെ മുറ്റത്ത്, ടെറസുമല്, നമ്മുടെ സൈഡില്, വീട്ടിന്റെ അകത്തും ഒക്കെ നോക്കാം. ഇനി അതും വേണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് നോക്കാം. പുഴക്കത്താണ് കടലൊക്കത്തൊക്കെയാണ് ഓരോരുത്തർ പോയിട്ട് വൈബ് നോക്കിയിട്ട് പോണത്. കാലം പോയ പോക്കേ.
എന്തായാലും കൂട്ടുകാരെ, അത് പറയാൻ വന്നതിൽ കൂടി ഞാൻ ഇതൊക്കെ പറഞ്ഞേന്നുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് നിങ്ങളത് അറിയിക്കാം, ഷെയറും ചെയ്യാം. പറ്റുമെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് നിൽക്കുക. ഓക്കെ, ബെൽ ബട്ടണിലും. ഓക്കെ, അപ്പൊ ഞാൻ ഒഴിവുണ്ടാകുമ്പോൾ ഇതുപോലെ ഞാൻ വരണ്ട്. ഇന്നൊരു ദിവസം ഒഴിവുണ്ടായപ്പോൾ ഞാൻ വന്നേന്നുള്ളൂ. ഓക്കെ, അസ്സലാമു അലൈക്കും.